ഓം ശാന്തി. ഞാൻ ഒരു ജ്യോതിർബിന്ദു ആത്മാവാണ്. ബാബ് ദാദയുടെ അതിപ്രിയപ്പെട്ട സന്താനമാണ്. എൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ സാഗരനായ ബാബ് ദാദയോട് അതിയായ സ്നേഹമാണുള്ളത്. എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം ഹൃദയേശ്വരനായ ബാബയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ബാബ് ദാദ എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശിരസിൽ ബാബ തൻ്റെ കൈവച്ചുകൊണ്ട് വരദാനങ്ങളുടെ ഭണ്ഡാരം തുറന്നു തന്നിരിക്കുകയാണ്. എനിക്ക് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും വരദാനം തന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ് ദാദ എൻ്റെ ബാക്ക് ബോണാണ്. ബാബ എൻ്റെ സദാകാലത്തെ കൂട്ടുകാരനാണ്. അമ്മയെപ്പോലെ രാത്രിയും പകലും എന്നെ പാലിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ താങ്ങും തണലുമായിരിക്കുകയാണ്. ബാബ എന്നെ വിട്ടുപിരിയുന്നതേയില്ല. ബാബ ഗുപ്തരൂപത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സത്യമായ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ശ്രേഷ്ഠമായ ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുവരെയും അവിടെയും ഇവിടെയും ചിന്നിച്ചിതറിയിരുന്ന സ്നേഹമായിരുന്നു. അതെല്ലാം ഞാൻ ഒരേ ഒരു ബാബയുമായി ബന്ധിച്ചു കഴിഞ്ഞു. മുൻപ് വേറെ വേറെ സംബന്ധങ്ങളായിരുന്നു. ഇപ്പോൾ ഒരേ ഒരു ബാബയുമായി മാത്രം സർവ്വസംബന്ധങ്ങളുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ബാബ തന്നെയാണ് എൻ്റെ എല്ലാം. എൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ് എൻ്റെ ബാബ, എൻ്റെ ബാബ. എൻ്റെ ബാബ എത്ര വിചിത്രമാണ്, മംഗളകാരിയാണ്. ബാബയോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായി ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ ലക്ഷ്യം ബാബ എനിക്ക് നൽകിയിരിക്കുകയാണ്. ഞാൻ ബാബ നൽകിയ ലക്ഷ്യത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ലക്ഷണവും ബാബയ്ക്ക് സമാനമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്വഭാവം, പെരുമാറ്റം, എൻ്റെ മുഖം, കണ്ണുകൾ, വാക്ക്, വൈബ്രേഷൻ ബാബയ്ക്ക് സമാനം അലൗകികമായി കൊണ്ടിരിക്കുകയാണ്. എന്നിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
ശ്രേഷ്ഠമായ ദൈവ ആത്മാവാണ്, പവിത്രമായ ആത്മാവാണ്. ഇത് പ്രത്യക്ഷതയുടെ സമയമാണ്, അന്തിമ സമയമാണ്. എൻ്റെ ഹൃദയത്തിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളിൽ നിന്ന് വേർപെട്ട് ഇപ്പോൾ എൻ്റെ മുഴുവൻ ശ്രദ്ധയും സാധന അഥവാ തപസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സാധനങ്ങൾക്ക് അടിമയല്ല, എന്നാൽ ഞാൻ സദാ സാധനയിലിരിക്കുന്ന ആത്മാവാണ്. വർത്തമാനകാലത്തിൽ ഇച്ഛകൾക്ക് വശപ്പെട്ട് ആത്മാക്കൾ വളരെ വ്യാകുലരാണ്. വിശ്വത്തിലെ ആത്മാക്കളുടെ മംഗളത്തിന് വേണ്ടി എൻ്റെ വൈരാഗ്യവൃത്തിയുടെ വായുമണ്ഡലമാണ് സേവനം ചെയ്യുന്നത്. എൻ്റെ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ വൈബ്രേഷൻ ഇല്ലാതെ ആത്മാക്കൾ സുഖിയും ശാന്തരുമാകില്ല. അവർക്ക് വ്യാകുലതയിൽ നിന്നും മോചിതരാകാൻ കഴിയില്ല. ഞാൻ കൽപ്പവൃക്ഷത്തിൻ്റെ വേരാണ്, അടിത്തറയാണ്. ഞാൻ വേരിലിരിക്കുന്ന തപസ്വി ആത്മാവാണ്. ഞാൻ ദയാഹൃദയനായ ആത്മാവാണ്. ഞാൻ ബാബയുടെ ശക്തി സ്വയത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവ്വ ആത്മാക്കൾക്കും ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിൽ നിന്നും വെളുത്ത ഗോൾഡൻ പ്രകാശകിരണങ്ങൾ പുറത്തേക്കൊഴുകുകയാണ്. ഈ തരംഗങ്ങൾ മുഴുവൻ വൃക്ഷത്തിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവാത്മാക്കളിലും വൈരാഗ്യവൃത്തി ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം സമീപത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. സർവ്വ ആത്മാക്കളുടെയും ശ്രദ്ധ ഇപ്പോൾ ബാബയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വ ആത്മാക്കളും ബാബയെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ ബുദ്ധി ഇപ്പോൾ ബാബയുമായി ബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർവ്വ ആത്മാക്കളും മുക്തിയും ജീവൻ മുക്തിയും നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനസ്സാ സേവനം ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ പരംധാമത്തിൽ ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്.